മുത്തണുകൾ നമസ്കാരം. കഴിഞ്ഞ വീക്കെൻഡ് മുതൽ ഈ വീക്കെൻഡ് വരെ നമ്മളെ റൂമിൻ്റെ അവസ്ഥയായത് കേട്ടോ. ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഫുള്ള് അടിച്ചു പൊളിച്ച് റെഡിയാക്കേണ്ട ഒരു പരിപാടിയിലേ. നാളെ നവരാത്രിയാണ്. നാളെ മുതൽ വ്രതശുദ്ധികളുടെ നാളുകളാണ് നമുക്ക്. അതുകൊണ്ട് റൂം ഇന്ന് ഫുള്ള് ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം ഫുഡ് ഉണ്ടാക്കാൻ സമയമൊന്നുമില്ല. അതുകൊണ്ട് വരുന്ന ഞാൻ 6 ദിവസത്തിന് ഫുഡ് വാങ്ങിയിട്ടാണ്. പിന്നെ വെച്ചാൽ ഇന്ന് അയ്യപ്പ സേവാ സമിതിയുടെ ഓണാഘോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിനക്ക് ഒരു സമ്മാനം കിട്ടിയിട്ടാ. അപ്പോൾ അത് എന്തെന്ന് നോക്കാം. എന്തായാലും അത് നോക്കിയിട്ട് തന്നെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി തുടങ്ങാം. എന്തെന്ന് അറിയണമല്ലോ. അപ്പോൾ എന്തായാലും അടിപൊളി സാധനമല്ല ചെസ് ബോർഡ്. മോനെ, അതായത് ബുദ്ധിയില്ലവർ കളിക്കുന്ന കളി കേട്ടോ. അവർക്കറിയാം ഇതാർക്ക് കൊടുക്കേണ്ടതെന്നില്ലത്. അത് വേറെ ലെവൽ. പക്ഷെ എന്ത് തന്നെയാലും എനിക്ക് ചെസ് കളിക്കാമെന്ന് അറിയില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കുറച്ചറിയാമെന്നല്ലാണ്ട് ഇതിനെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ ABCഡും കാര്യങ്ങളും എനിക്കറിയില്ല. എന്തായാലും സമ്മാനമായിട്ട് കിട്ടിയല്ലേ, അതവിടെ വെക്കാം. നമുക്ക് നമ്മളതായിട്ടുള്ള പരിപാടി തുടങ്ങാം, ക്ലീനിങ് പരിപാടി. അങ്ങനെ അതവിടെ അതേ കണക്ക് കിട്ടിയ കണക്ക് തന്നെ മടക്കിയിട്ട് അവിടെ ബോക്സിലാക്കിയിട്ട് വെച്ച് കിട്ടാം. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങിയിട്ടാ. ഞാനപ്പോൾ ആദ്യം തന്നെ പോയത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങളുടെ അടുത്തേക്കായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ആ ദൈവങ്ങളുടെ ഓരോ ഫോട്ടോസെല്ലാം എടുത്തിട്ട് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ പരിപാടിയായിരുന്നു ഫസ്റ്റ് തന്നെ ഞാൻ തുടങ്ങിയിട്ടാ. എന്ത് തന്നെയായാലും ആ പരിപാടി നല്ല വാങ്ങൽ തീർന്ന്. സ്റ്റാർട്ടിങ് തുടക്കം തന്നെ ഏതായാലും ദൈവങ്ങളുടെ അടുത്തു നിന്നായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് പണിയുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിൽ ഓരോരോ കാര്യങ്ങളായിട്ട് എല്ലാം എടുത്ത് തുടച്ച് വൃത്തിയാക്കാതിരിക്കുക. എന്താ വെച്ചാൽ ഒന്നാമത് ഒറ്റയ്ക്കേ ഇല്ല. ശരത്ത് എന്തോ പരിപാടിക്ക് അവൻ ക്രിക്കറ്റ് കാണാനായിട്ട് പോയെന്ന് തോന്നുന്നു, കളി കാണാനായിട്ട് പോയിട്ടേ ഇല്ല. അപ്പോൾ അവൻ വരുമ്പോൾ വൈകും. അപ്പോൾ അവൻ വരുമ്പോഴേക്ക് കാത്തുനിന്നാൽ നടക്കില്ല, കാര്യങ്ങൾ നടക്കില്ല. ഇപ്പം തന്നെ ഒരുപാട് സമയം വൈകി. എന്താ വെച്ചാൽ ഇന്ന് ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു അയ്യപ്പ സേവാ സമിതിയുടെ. അത് കഴിഞ്ഞിട്ട് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിൽ ശ്രീകൃഷ്ണേന്ദ്ര പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആടത്തേക്കും പോയി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ റൂമിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൻ വരുന്നവരെ കാത്തുനിന്നാൽ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പരിപാടിയെല്ലാം തുടങ്ങിയിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണിയുണ്ട്. ഫുള്ള് വൃത്തിയാക്കണം. നാളെ നവരാത്രി ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. എല്ലാ വർഷവും നവരാത്രി വ്രതം നമ്മളെടുക്കും. പിന്നെ അതേ കണക്ക് റൂമെല്ലാം നല്ല വൃത്തിയാക്കി എല്ലാം അടിപൊളിയിൽ സെറ്റാക്കിയിട്ടായിരിക്കും കാര്യങ്ങൾ ഉണ്ടായി. അപ്പോൾ നാളെ മുതൽ മഹാനവമി വിജയദശമി വരെ നമ്മളെല്ലാം വ്രതത്തിലാണ് കേട്ടോ. അപ്പോൾ നാട്ടിലും നമ്മളെല്ലാം വീട്ടിൽ ഇത് തന്നെ കേട്ടോ. എന്താ വെച്ചാൽ നവരാത്രി തുടങ്ങുന്നതിൻ്റെ തലേന്ന് വീടെല്ലാം അടിച്ച് വൃത്തിയാക്കി തുടച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് എടുക്കും നവരാത്രി തുടങ്ങുന്ന അന്ന് മുതൽ. അപ്പോൾ നമ്മളെ റൂം അടിപൊളി ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടാ. നോക്കിയാലേ എങ്ങനെയുണ്ട് റൂം. ഇപ്പോൾ നോക്കി എന്ത് പാങ്ങ് കാണാനല്ല. എൻ്റെ മോനെ വേറെ ലെവൽ തന്നെ. എപ്പോൾ നമ്മളെ റൂം ഇതേ കണക്കന്നെ ഉണ്ടായിട്ടാ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഫുള്ള് തിരക്കായിരുന്നു സമ്മിണായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയി. നാട്ടിൽ ലീവിന് പോയാൽ 1-2 പ്രാവശ്യം ഞാൻ മൂകാംബികയിൽ പോയിട്ട് അമ്മേനെ കണ്ടിട്ടേ ഞാൻ തിരിച്ചിങ്ങോട്ട് വരാറുള്ളൂ. അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാവർക്കും മൂകാംബിക അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നവരാത്രി ആശംസകളും നേരുന്നു. എന്നാൽ പിന്നെ എല്ലാം പറയണക്കനെ കേട്ടോ.